ഓക്കെ, ആപ്പിളിൻ്റെ ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇപ്പോൾ US ലോഞ്ച് ആയിട്ടുണ്ട്. സോ എന്താണിത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബേസിക്കലി ഒരു VR ഹെഡ്സെറ്റ് ആണ് സംഭവം. പക്ഷെ അവർ അത് VR ഹെഡ്സെറ്റ് എന്ന് പറയുന്നില്ല, ജസ്റ്റ് സ്പേഷ്യൽ അങ്ങനത്തെ ഒരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ എന്ത് കഴിഞ്ഞാലും സംഭവം VR ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് കാണാനും പറ്റും. അതേ സമയത്ത് നിങ്ങൾക്ക് ഐഫോണിനകത്തോ അല്ലെങ്കിൽ മാക്കിനകത്തൊക്കെയുള്ള ആപ്സോ സോഫ്റ്റ്വെയർസോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് റിയൽ ടൈം ആയിട്ട് ഞാൻ ഇപ്പോൾ ഒരു സംഭവം ഇടുന്ന സമയത്ത് അതിനകത്തുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ചുറ്റുള്ള കാര്യങ്ങൾ കാണാനും പറ്റും. അതേ സമയത്ത് എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ സഫാരി വെക്കാനും ഇവിടെ എനിക്ക് യൂട്യൂബും ഇവിടെ നോട്ട്സും ഒക്കെ വെക്കാനും അങ്ങനെയൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അതാണ് ആപ്പിൾ വിഷൻ പ്രോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ലുക്ക് നോക്കുകയാണ്, ഇതാണ് എൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ്. അപ്പോൾ ഇത് ഫുള്ള് മെറ്റലും ഗ്ലാസ്സൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പറയേണ്ട ആവശ്യമില്ല, ആപ്പിളിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അടിപൊളി തന്നെയായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ കാണുന്ന ആ ഒരു ഡിസ്പ്ലേ, അതിലൊരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 4K ടിവിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണെന്നാണ്. ഇപ്പോൾ 2 ഡിസ്പ്ലേ ആകുമ്പോൾ 8K ക്വാളിറ്റി വീഡിയോ ആണ് എന്ന് പറയുന്നത്. അത്ര ലെവൽ ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ചുറ്റുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തും ഉള്ളിലുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സെൻസേഴ്സും ക്യാമറാസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എന്നൊക്കെ പറഞ്ഞു റിയൽ ടൈം ആയിട്ട് നിങ്ങൾക്ക് ചുറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാനും, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഫേസ് ടൈമോ, നിങ്ങൾക്ക് ഫേസ് ടൈം അറിയായിരിക്കും, ഐഫോൺ ഡിവൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫേസ് ടൈം. സോ അതിനകത്ത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പേഴ്സണാണെന്ന് പറയാം, ആ ഒരു പേഴ്സൺ അവർ ജനറേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ടാണെങ്കിലും ഇത് ഇടാണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഒരു AI വെച്ചിട്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് കിട്ടുന്നതാണ്. സോ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ റിയൽ ടൈം ആയിട്ട് ഓരോ കാര്യങ്ങൾ കാണും. അതേ സമയത്ത് അതിൻ്റെ ഒരു OS ഉണ്ട്, വിഷൻ OS എന്നാണ് പറയുന്നത്. നമ്മൾ iOS macOS ഒക്കെ പറയുന്ന പോലെ വിഷൻ പ്രോന് വിഷൻ OS. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഗാലറി കാര്യങ്ങളൊക്കെ കാണും. സോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനാണ് ഈ ഒരു ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾ കണ്ണ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എവിടെ നോക്കുന്നു അവിടെ അത് സെലക്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താലാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ആപ്പിൾ വാച്ചിനകത്ത് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് ഓരോ ആക്ഷൻസ് ഒക്കെ ഗസ്റ്റേഴ്സ് ഒക്കെ വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. അതുപോലെ നിങ്ങൾക്ക് ഒരു കീബോർഡിലൊക്കെ ഒരു സാധനം ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും വോയിസ് വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീബോർഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് ഞെക്കിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തന്നെ കീബോർഡും മൗസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് മാക്ക് ഉണ്ടെങ്കിൽ മാക്കും അതിൻ്റെ സ്ക്രീനും നിങ്ങൾക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് വലിയൊരു സ്ക്രീനിലാക്കി നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുന്നതാണ് ഒരു 3D വ്യൂലൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സഫാരി വെച്ചു, ഇവിടെ എനിക്ക് ഗാലറി വെച്ചു, ഇവിടെ ഞാൻ വേറെ എന്തെങ്കിലും നോട്ട്സ് വെച്ചു, എന്നിട്ട് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേ പൊസിഷനിൽ അത് നിൽക്കുന്നതാണ്. ആ ഒരു ട്രാക്കിംഗ് സംഭവമുണ്ട്. പക്ഷേ അത് എത്രത്തോളം ദൂരത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല, അത്രത്തോളം അക്യുറേറ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് വേണം. സോ അതിനുവേണ്ടി M2 ചിപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് R1 എന്നൊരു ചിപ്പ് സെറ്റും ഇന്ന് കൊടുത്തിട്ടുണ്ട്. സംഭവം വെച്ചാൽ ബേസിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതിലും മാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമ്മൾ റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വലിയൊരു വർക്ക് സ്പേസ്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മോണിറ്ററൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സഫാരി ഇവിടെ വെക്കാം, ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മൾട്ടി ടാസ്കിങ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് വേണ്ട സൈസിൽ നിങ്ങൾക്ക് അത് റീസൈസ് ചെയ്തെടുക്കാനും, നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിയൽ ടൈം ക്യാമറ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ക്യാമറ മൊത്തത്തിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഇപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ ചന്ദ്രനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫിലിംസും വീഡിയോസൊക്കെ കാണാൻ പറ്റും ആ ഒരു രീതിയിൽ. നിങ്ങളിപ്പോൾ പെനോറമയിലൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് 3D വ്യൂലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ചില ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് 3D ആയിട്ട് കാണുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റോക്കറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ റോക്കറ്റിൻ്റെ ഓരോ പാർട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ നിങ്ങളിപ്പോൾ റിയൽ ടൈം ആയിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ ഒരു ഓരോ പാർട്സുകൾ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് അങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗെയിംസും ഞാൻ എന്താ പറഞ്ഞ പോലെ ഇത് വെച്ചിട്ടൊക്കെ കളിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗെയിമിംഗ് കൺട്രോൾ നിങ്ങൾക്ക് വേറെ കണക്ട് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. പക്ഷേ മെയിൻലി ആയിട്ട് ഇത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടില്ല, അത് മൊത്തത്തിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറയുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ഉപകാരമുള്ള സംഭവമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലൊക്കെ യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഇല്ല. പിന്നെ പോരാതിന് നല്ലൊരു പ്രൈസുമാണ്. നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. ഏകദേശം 3-3.5 ലക്ഷം രൂപയൊക്കെയാണുള്ളത്. സോ എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല അത് വാങ്ങാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, പൈസ തന്നെ വാങ്ങാം. ഓക്കെ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവുമെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അടുത്തുള്ള വിളിച്ച് ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.